ഇന്ത്യയുടെ തൊഴിൽ നിയമങ്ങളിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. പക്ഷേ അതേസമയം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI നമ്മുടെയൊക്കെ ജോലിസ്ഥലങ്ങളെ അടിമുടി മാറ്റിമറിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് വലിയ മാറ്റങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? നമുക്കിതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതിൻ്റെ പ്രധാന ചോദ്യം ഇതാണ്: ഇന്ത്യ ഇത്രയധികം കൊട്ടിഘോഷിച്ചു കൊണ്ടുവരുന്ന ഈ പുതിയ തൊഴിൽ നിയമങ്ങൾ സത്യത്തിൽ AI-യുടെ ഈ വരവോടെ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ കാലഹരണപ്പെട്ടു പോയോ? ഈ ചോദ്യത്തിലേക്ക് കടക്കും മുന്നേ നമുക്ക് ആദ്യം ഈ പുതിയ നിയമങ്ങൾ എന്താണെന്ന് നോക്കാം. എന്തിനായിരുന്നു ഇങ്ങനൊരു മാറ്റം? എന്തായിരുന്നു ഇവ പരിഹരിക്കാൻ ശ്രമിച്ച പ്രധാന പ്രശ്നം? ഒന്നാലോചിച്ച് നോക്കൂ. പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ തൊഴിൽ മേഖലയെ നിയന്ത്രിച്ചിരുന്നത് ഏകദേശം 29ഓളം വ്യത്യസ്ത നിയമങ്ങളായിരുന്നു. ഇത് കമ്പനികൾക്കും തൊഴിലാളികൾക്കുമൊക്കെ ശരിക്കുമൊരു തലവേദനയായിരുന്നു. ഒരുപാട് സങ്കീർണമായ നിയമക്കുരുക്കുകൾ. അപ്പോൾ ആ 29 നിയമങ്ങളെല്ലാം കൂടെ ഒന്നാക്കി വെറും 4 പുതിയ കോഡുകളാക്കി മാറ്റി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര സിംപ്ലിഫിക്കേഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 4 കോഡുകൾ? ഒന്ന്, നമ്മുടെ ശമ്പളം, ബോണസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വേതന കോഡ്. പിന്നെ നമ്മുടെ PF, ESI പോലുള്ള സോഷ്യൽ സെക്യൂരിറ്റി കാര്യങ്ങൾക്കായി ഒരെണ്ണം. മൂന്നാമത്തത് കമ്പനി മാനേജ്മെൻറ്റും യൂണിയനുകളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ളത്. പിന്നെ നാലാമതായി ജോലിസ്ഥലത്തെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുന്ന ഒരു കോഡും. ചുരുക്കത്തിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ്. സർക്കാരിന്റെ ലക്ഷ്യം വളരെ സിമ്പിളായിരുന്നു: ഈ നൂലാമാലകളെല്ലാം ഒഴിവാക്കി ഒരൊറ്റ സിസ്റ്റം കൊണ്ടുവരിക. ഒറ്റ രജിസ്ട്രേഷൻ, ഒറ്റ റിട്ടേൺ, ഒറ്റ ലൈസൻസ്. എല്ലാം ഡിജിറ്റൽ, എല്ലാം എളുപ്പം. പക്ഷേ ഇവിടെയാണ് കഥയിലൊരു വലിയ ട്വിസ്റ്റ് വരുന്നത്. ഈ നിയമങ്ങളൊക്കെ പേപ്പറിൽ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ പുറത്ത് യഥാർത്ഥ ലോകത്ത് ജോലിസ്ഥലങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു നിശബ്ദ വിപ്ലവം നടക്കുകയായിരുന്നു. അതാണ് AI വിപ്ലവം. ഇവിടെ നമ്മൾ പുതിയൊരു വാക്ക് പരിചയപ്പെടണം: ആൽഗോരിതമിക് മാനേജ്മെന്റ്. പേരുകെട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. നമ്മുടെ ബോസിന്റെ സ്ഥാനത്ത് ഒരു സോഫ്റ്റ്വെയർ വരുന്നു, അത്രയുള്ളൂ. ആരെ ജോലിക്കെടുക്കണം, ആർക്ക് എന്ത് ജോലി കൊടുക്കണം, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു ആൽഗോരിതമായിരിക്കും. ഇതൊന്നും ഭാവിയിൽ വരാൻ പോകുന്ന കാര്യമല്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഇത് നടക്കുന്നുണ്ട്. നിങ്ങളൊരു ജോലിക്കായി അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ബയോഡാറ്റ ആദ്യം നോക്കുന്നത് ഒരുപക്ഷെ ഒരു മനുഷ്യനായിരിക്കില്ല, ഒരു AI ആയിരിക്കും. ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളിലെയും ടാക്സി ആപ്പുകളിലെയും ഡ്രൈവർമാർക്ക് എവിടെ പോകണം, എത്ര പണം കിട്ടുമെന്നൊക്കെ തീരുമാനിക്കുന്നത് പൂർണ്ണമായും ഒരു അൽഗരിതമാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വലിയ ചോദ്യം. AI കൊണ്ട് നടത്തുന്ന ഈ പുതിയ തൊഴിൽ ലോകത്ത് നമ്മുടെ പുതിയ നിയമങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇവിടെയാണ് രണ്ട് പ്രധാന അഭിപ്രായങ്ങൾ നേർക്കുനേർ വരുന്നത്. ഒരു ഭാഗത്ത് സർക്കാർ പറയുന്നു ഈ നിയമങ്ങൾ ആധുനികമാണ്, എല്ലാം സുതാര്യമാക്കും, കാര്യങ്ങൾ എളുപ്പമാക്കുമെന്നൊക്കെ. പക്ഷെ മറുഭാഗത്ത് വിദഗ്ധർ ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്: ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത് 20-ാം നൂറ്റാണ്ടിലെ ഫാക്ടറികളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. AI-യുടെ കാലത്തിന് ഇത് പോരാ. തൊഴിൽ നയങ്ങളെപ്പറ്റി പഠിക്കുന്ന പ്രൊഫസർ അനിൽകുമാർ പറയുന്നൊരു കാര്യമുണ്ട്. അത് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കും. അദ്ദേഹം പറയുന്നത് ഈ നിയമങ്ങൾ 20-ാം നൂറ്റാണ്ടിലെ തൊഴിൽ പ്രശ്നങ്ങൾക്കാണ് ഉത്തരം നൽകുന്നത് എന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ ജീവിക്കുന്നത് AI നയിക്കുന്ന ഒരു പുതിയ യുഗത്തിലാണ്. അതിന് പുതിയ ചിന്തകളും പുതിയ ചട്ടക്കൂടുകളും തന്നെ വേണം. തൊഴിലാളി യൂണിയനുകൾക്കും ഇതേ ആശങ്കയുണ്ട്. നിയമങ്ങൾ കമ്പനികൾക്ക് എളുപ്പമാക്കുന്നതിനിടയിൽ സാധാരണ തൊഴിലാളിയുടെ കാര്യം മറന്നുപോകുന്നുണ്ടോ എന്നാണ് അവരുടെ പേടി. AI കൂടെ വരുന്നതോടെ തൊഴിലാളികളുടെ അവകാശങ്ങളും തൊഴിൽ സുരക്ഷയും കൂടുതൽ അപകടത്തിലാകാം. ഒരു യൂണിയൻ നേതാവ് പറഞ്ഞതുപോലെ നിയമങ്ങൾ കമ്പനി ഫ്രണ്ട്ലി ആകുന്നതിനോടൊപ്പം ഹ്യൂമൻ ഫ്രണ്ട്ലി കൂടിയാകേണ്ടതുണ്ട്. അപ്പോൾ പ്രശ്നം നമ്മൾ കണ്ടു. ഇനി എന്താണ് പരിഹാരം? ഈ നിയമങ്ങളെ എങ്ങനെ നമുക്ക് AI റെഡിയാക്കാം? ഇതിനെപ്പറ്റി വിദഗ്ധർ ചില പ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രധാനമായും 4 കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഒന്നാമത്തത് ഹ്യൂമൻ ഓവർസൈറ്റ്. അതായത് ഒരു AI നിങ്ങളെപ്പറ്റി ഒരു തീരുമാനമെടുത്താൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കാനും അതിനെ ചോദ്യം ചെയ്യാനും ഒരു മനുഷ്യൻ അവിടെ ഉണ്ടാവണം, അല്ലേ? രണ്ടാമത് റീസ്കില്ലിംഗ്. AI കാരണം ചില ജോലികൾ പോകുമ്പോൾ പുതിയ ജോലികൾക്കായി ആളുകളെ പഠിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. മൂന്നാമത്തേത് വിവേചനത്തിനെതിരെയുള്ള നിയമം. ഒരു AI നിയമനം നടത്തുമ്പോൾ അത് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ വിവേചനം കാണിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. പിന്നെ അവസാനമായി നമ്മുടെ ഡേറ്റ പ്രൈവസി. നമ്മുടെ ജോലിയിലെ പ്രകടനത്തെക്കുറിച്ചുള്ള ഡേറ്റയൊക്കെ കമ്പനികൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ കർശനമായ നിയമങ്ങൾ വേണം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: ടെക്നോളജി റോക്കറ്റ് പോലെ മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മുടെ നിയമങ്ങൾക്ക് ഒരു കാളവണ്ടിയുടെ വേഗതയിൽ പോകാൻ പറ്റില്ല. നിയമങ്ങളും ടെക്നോളജിയെപ്പോലെ തന്നെ സ്മാർട്ടും ഡൈനാമിക്കുമാകണം. അപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്താം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നാളെ നിങ്ങളെ ബോസ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ ഇന്നത്തെ നിയമങ്ങൾക്ക് മാത്രം കഴിയോ? ആ AI-യേക്കാൾ സ്മാർട്ടാകാൻ നമ്മുടെ നിയമങ്ങൾക്ക് സാധിക്കുമോ? ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്.